ഞാൻ ചെറുതിൽ വളർന്നു വരുമ്പോഴേ ആണിങ്ങനെ പെണ്ണിങ്ങനെ, അല്ലെ നീ കാല് മേലോട്ട് വെക്കരുത്, അല്ലെ നീ അങ്ങനെ സംസാരിക്കരുത് എന്ന് ഞാൻ കേട്ടിട്ടേ ഇല്ല. അതുകൊണ്ട് തന്നെ ഈ കുടുംബത്തിൽ ജനിച്ചത് എൻ്റെ ഒരു അഭിമാനമായിട്ടാണ് ഞാൻ കരുതുന്നത്. സദസ്സിലിരിക്കുന്ന പാലോത്തുള്ള എല്ലാ കുടുംബക്കാരും ഈ ഒരു പരിപാടി കുറച്ച് ലേറ്റായി പോയിട്ടുണ്ട്. നമ്മുടെ ഷെഡ്യൂൾ അനുസരിച്ചിട്ടുള്ള ആ ടൈമിൽ ഒരു ചെറിയ മാറ്റം വന്നതുകൊണ്ട് തന്നെ നമുക്കിത് പെട്ടെന്ന് പോകേണ്ടതുണ്ട്, തീർക്കേണ്ടതുണ്ട്. കുറേ കലാപരിപാടികളും ഒക്കെ ഇവിടെ അരങ്ങേറാനുണ്ട്. അതുകൊണ്ട് തന്നെ കൂടുതൽ സംസാരിക്കുന്നില്ല. എൻ്റെ ഉപ്പ, അദ്ദേഹത്തിൻ്റെ കാരണവരായ എൻ്റെ ഉപ്പയെയും ഗൾഫിലേക്ക് കൊണ്ടുപോയത്. അപ്പോൾ ആ മഹാവ്യക്തിത്വത്തെ സ്മരിക്കാതെ പറ്റില്ല. കാരണം അതിൻ്റെ കണ്ണികളായ ഞങ്ങളൊക്കെ ഗൾഫിലെത്താനുള്ള കാരണം തുടക്കം കുഞ്ഞമ്പതിക്കാണെന്ന് ഞാൻ ഇവിടെ പറയാൻ ആഗ്രഹിക്കുന്നു.
الشيطان الرجيم بسم الله الرحمن الرحيم
ഇവിടെ ഹോമിച്ചു നിൽക്കുന്നത്. എല്ലാവർക്കും എന്റെ കൊച്ചു മോണാക്കിലേക്ക് സ്വാഗതം. മോളെ അമ്മു, നീ അവിടെ എന്തെടുക്കുക? നിന്നെ സ്കൂളിൽ വിട്ടിട്ടാണ് എനിക്ക് ജോലിക്ക് പോവാൻ. ഇന്നെനിക്ക് മെസ്സിന്റെ വായിന്ന് കേൾക്കുമല്ലോ ദൈവമേ. ഞാനിന്ന് സ്കൂളിൽ പോകുന്നില്ല. അമ്മൂന്റെ അമ്മ മിഠായി വാങ്ങിച്ചു മിഠായി വാങ്ങിച്ച് തന്നില്ലല്ലോ. ഞാനിന്ന് സ്കൂളിൽ പോകുന്നില്ല. അയ്യോ, അമ്മ അത് മറന്നു പോയല്ലോ. അമ്മയുടെ കയ്യിൽ കാശില്ലാത്തത് കൊണ്ടല്ലേ. എപ്പോ അമ്മേ നമ്മളെ കഷ്ടപ്പാടിക്കാൻ മറന്ന അത് മോൾ നല്ലോണം പഠിച്ച് മിടുക്കിയായി ഒരു ജോലിയൊക്കെ വാങ്ങിയാൽ നമ്മുടെ കഷ്ടപ്പാടൊക്കെ മാറും. അപ്പൊ നമുക്ക് മിഠായിക്ക് വാങ്ങാട്ടോ. പിന്നെ മാളുവിന്റെയും ഗായത്രിയുടെയും കൂടെ ഒന്ന് പോകാവൂ. തനിച്ചൊന്നും പോകരുത്. റോഡിലേക്ക് തെരുനായ ശല്യമാണ്. ശരി അമ്മേ, ടാറ്റാ. അമ്മു, നീ വരുന്നില്ലേ? ദാ വരുന്നു ഗായത്രി. അമ്മു, നിന്റെ മുഖം എന്താ വല്ലാതിരിക്കുന്നേ? ഇന്നെന്റെ പിറന്നാളായിരുന്നു. അമ്മ മിഠായി വാങ്ങിച്ചു തരാൻ പറഞ്ഞത്. അമ്മയുടെ കയ്യിൽ കാശില്ലാത്തത് കൊണ്ട് മിഠായി വാങ്ങിച്ചു തന്നില്ല. അയ്യേ, അതിനാണോ നീ കരയുന്നത്? നീ എന്നെ കണ്ട് പഠിക്ക്. ഞാൻ കരയുന്നില്ലല്ലോ. ഞാൻ ഭയങ്കര ധൈര്യശാലിയാ. പണത്തിന് പണം തന്നെ വേണ്ടേ ഗായത്രി? അമ്മോ, എനിക്ക് പേടിയാണെന്നോ. ഒരു നാട് കുരലേക്കിട്ട് വാ. അയ്യോ അയ്യോ അമ്മേ, എന്നെ രക്ഷിക്കണേ. അയ്യോ. നമസ്കാരം. പ്രധാന വാർത്തകൾ. സംസ്ഥാനത്ത് തെരുവുനായ ശല്യം രൂക്ഷമായിരിക്കുന്നു. ഇന്ന് സ്കൂളിലേക്ക് പോയ 2 വിദ്യാർത്ഥികളാണ് തെരുവുനായ ആക്രമിച്ചത്. അതിൽ 4ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഗായത്രി എന്ന കുട്ടിക്കാണ് ഗുരുതരമായി പരിക്കേറ്റത്. എന്തായാലും ഞങ്ങൾ ഷാം ഇപ്പോൾ ലൈനിലുണ്ട്. ഹലോ ഷാം, കേൾക്കാമോ? എന്താണ് ഷാം ഇപ്പോഴത്തെ നിലവിലെ അവസ്ഥ? എന്താവസ്ഥ? ഒരു ചായ പോലും കിട്ടിയില്ല. വിശന്നിട്ട് കോലല് കരിയുന്നു പുല്ല്. ഹലോ ഷാം, കേൾക്കാമോ? കേൾക്കാം. ശ്രുതി. ഞാനിപ്പോഴത് കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ മുന്നിലാണ്. ഇവിടെ വളരെ മോശമായ സിറ്റുവേഷൻ ഉള്ളത്. ഏതാനും സമയത്തിനുള്ളിൽ ഒരു ജാഥ ഇവിടെ എത്തുമെന്നാണ് എനിക്ക് അറിയാൻ കഴിയുന്നത്. നമുക്ക് ഏതായാലും ഡോക്ടറോട് കൂടുതൽ വിവരങ്ങൾ ചോദിച്ചറിയാം. ഡോക്ടർ, എന്താണ് കുട്ടിയുടെ ഇപ്പോഴത്തെ അവസ്ഥ? അപകടങ്ങളാൽ തരണം ചെയ്തിട്ടുണ്ട്. തക്ക സമയത്ത് എത്തിച്ചുകൊണ്ട് കുട്ടിയുടെ ജീവൻ തിരിച്ചു കിട്ടി. കൂടുതൽ വിവരങ്ങൾ അറിയാൻ ഇവിടുത്തെ പഞ്ചായത്ത് പ്രസിഡന്റ് എത്തിയിട്ടുണ്ട്. സർ, എന്താണ് ഇതിനോട് പറയാനുള്ളത്? ഈ പഞ്ചായത്തിലെ പ്രസിഡന്റ് എന്ന നിലയ്ക്ക് എനിക്ക് പറയാനുള്ളത് മുഖ്യമന്ത്രി രാജിവെക്കണം. അല്ലല്ല, ഇവറ്റകളെ തല്ലുകൊല്ലുകയാണ് ചെയ്യേണ്ടത്. പ്രസിഡന്റിന്റെ പ്രതികരണം നമ്മൾ കേട്ടു. ഇനി നമുക്ക് മൃഗസ്നേഹിയായ ഒരാൾ ഇവിടെ എത്തിയിട്ടുണ്ട്. എന്താണ് ഇതിനോട് പറയാനുള്ളത്? ഞാൻ ആനിമൽ സ്റ്റൈൽ കമ്മിറ്റിയുടെ കോർഡിനേറ്റർ ആണ്. ഞാൻ ഈ വിഷയത്തിൽ എനിക്ക് പറയാനുള്ളത്, എന്ത് ദ്രോഹമാണ് നാട്ടുകാർ ഈ ജീവികളോട് കാണിക്കുന്നത്. അതിനോട് അല്പം കരുണ കാണിച്ചൂടെ? മാലിമേടം പരാതി കേട്ടല്ലോ. ഇനി നമുക്ക് അമ്മുവിന്റെ സംയോജിത ഇടപെടൽ മൂലം ഗായത്രിയുടെ ജീവൻ രക്ഷിക്കാനായി ഇനി നമുക്ക് അമ്മുവിന്റെ വീട്ടിലേക്ക് ഒന്ന് കടന്നു ചെല്ലാം. മോളെ അമ്മു, ഇങ്ങനെ മൂടിപ്പുറ്റിച്ച് കിടക്കല്ലേ. അമ്മു, ഇങ്ങനെ കിടന്നാൽ പനി മാറില്ല. എഴുന്നേൽക്ക് മോളെ. എന്നിട്ട് ഈ കഞ്ഞിയൊന്ന് കുടിക്കും. നോക്ക് മോളെ, മോൾക്ക് ഇഷ്ടപ്പെട്ട നാരങ്ങാച്ചാറുണ്ട്. ഒന്ന് കഴിക്കും മോളെ. ഇതൊരു ഒറ്റപ്പെട്ട സംഭവമല്ല. ചാനൽ ചർച്ചകൾ പുരോഗമിക്കുന്നു. മനുഷ്യജീവൻ
കുതിരകൾക്കോ തെരുനായ്ക്കൾക്കോ. പ്രിയമായ സ്നേഹികളെ, ഈ ഗതി നിങ്ങളുടെ മക്കൾക്കോ കൊച്ചുമക്കൾക്കോ ഈ ഗതി വരരുത് എന്ന് പറഞ്ഞുകൊണ്ട് ക്യാമറമാൻ അതിനൊപ്പം റിപ്പോർട്ടർ ഷാ